شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിറിലാണുള്ളത്. 49 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 50 മുതൽ ഇനി പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ ലഹും അനിത് തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹുഫൻ മുനശ്ശറ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഓതിവെച്ചത്. ഇതിൽ 49ന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 50 മുതലാണ് ഈ പഠിക്കാനുള്ളത്. 49ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫമാ ലഹും അനിത് തദ്കിറതി മുഅ്രിദീൻ. ഇത്രയൊക്കെ പ്രബുദ്ധമായ അല്ലെങ്കിൽ പ്രൗഢമായ ഈ ഒരു ഉത്ബോധനമാകുന്ന പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിനെ വിട്ട് ഇവർ തിരിഞ്ഞു കളയാൻ എന്തേ അവർക്ക് പറ്റിയത്? ഇങ്ങനൊക്കെ ആയിട്ടും എന്താണ് അവരത് അംഗീകരിക്കാത്തത്? ഖുർആൻ അങ്ങോട്ട് കേൾക്കുമ്പോൾ അവരങ്ങോട്ട് പിന്തിരിഞ്ഞ് ഓടുകയാണല്ലോ. ഞാൻ ഓട്ടത്തിനൊരു ഉദാഹരണം പറയുകയാണ്. ഖുർആൻ കേൾക്കുമ്പോഴേക്കും ഖുർആൻ അംഗീകരിക്കണമെന്ന് പറയുമ്പോഴേക്കുമുള്ള അവരുടെ ആ തിരിഞ്ഞുകളയൽ, അതിനൊരു ഉദാഹരണമാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. അവരെങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയാം. ഖുർആൻ എന്ന് കേട്ടാൽ ഓടുകയാണ് അവർ. എങ്ങനെയാണ് അവർ ഓടുന്നത്? കഴുതക്കൂട്ടങ്ങൾ ഓടുന്നത് പോലെ, കഴുതകൾ ഓടുന്നത് പോലെ, വിരളിയെടുത്ത കഴുതകൾ ഓടുന്നത് പോലെ. ആ കഴുതകൾ സത്യത്തിൽ സിംഹങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഓടുകയാണ്. സിംഹങ്ങളെ കണ്ടിട്ട് വിരളിയെടുത്ത് പേടിച്ചോടുന്ന കഴുതക്കൂട്ടങ്ങളെ പോലെയാണ് ഖുർആൻ കേൾക്കുമ്പോൾ അവർ പായുന്നത്. അത്രയും ധിക്കാരം, അല്ലെങ്കിൽ അത്രയും നിഷേധം, ഒരു നിലക്കും ഖുർആൻ അംഗീകരിക്കാത്ത ഓട്ടം. അതിൻ്റെ അർത്ഥം നോക്കാം. 50 51 ആയത്തുകളിലാണ് ആ ഉദാഹരണം അല്ലാഹു തആല പറഞ്ഞത്. കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. കഅന്നഹും, അവർ ആയതുപോലെയുണ്ട്. എന്തായതുപോലെയുണ്ട്? ഹുമുറുൻ, കഴുതകളായതുപോലെയുണ്ട്. ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ്. ഹുമുറുൻ അതിൻ്റെ പ്ലൂറലാണ്. കഴുതകളായതുപോലെയുണ്ട്. എന്താണ് ആ കഴുതകളുടെ പ്രത്യേകത? മുസ്തൻഫിറത്തുൻ, വിരളിയെടുത്തോടുന്ന, വിരളി പൂണ്ടോടുന്ന, പേടിച്ചോടുന്ന കഴുതകളെ പോലെയുണ്ടവർ. എന്ത് കണ്ടിട്ടാണ് ആ കഴുതകൾ ഓടുന്നത്? ഫറത്ത്, അത് ഓടിപ്പോയി, അത് ഓടിപ്പോകുന്നു. മിൻ ഖസ്വറത്തിൻ, സിംഹത്തിൽ നിന്ന് ഓടിപ്പോകുന്ന. ഖസ്വറത്ത് എന്ന് പറഞ്ഞാൽ സിംഹം. അതെ, വല്ല സിംഹത്തിൽ നിന്നും ഓടിപ്പായുന്ന കഴുതകളെ പോലെയാണ് അവർ ഓടുന്നത്. അങ്ങനെ പേടിച്ച് വിരളിയെടുത്തോടുകയാണ് ഖുർആൻ കേൾക്കുമ്പോഴേക്ക്. മനസ്സിലായല്ലേ അർത്ഥം? മുസ്തൻഫിറ എന്ന് പറഞ്ഞാൽ ആകെ പേടിച്ച് വിരളിയെടുത്ത് ഓടുന്നൊക്കെ നമ്മൾ പറയില്ല, അത് തന്നെ. ഫറ യഫിറു എന്ന് പറഞ്ഞാൽ ഓടുക. ഫറത്ത്, ആ കഴുതകൾ ഓടിപ്പോയി. മിൻ ഖസ്വറത്തിൻ, സിംഹത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സിംഹത്തെ കണ്ട് പേടിച്ചിട്ട് ഓടിപ്പോയി. ഖസ്വറ എന്ന് പറഞ്ഞാൽ അസദ് എന്നാണ്, സിംഹം. അറബി ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുക. വേറെ പല അർത്ഥങ്ങളും അതിന് പറയപ്പെട്ടിട്ടുണ്ട്. പല ഭാഷകളിലും അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അമ്പെയ്ത്തുകാർ എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ദുൽമത്തുല്ലയിൽ നിന്ന് ഓടിപ്പോയി എന്ന അർത്ഥമുണ്ട്. രാത്രിയുടെ ഇരുട്ട് എന്നൊക്കെ അതിനർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിനർത്ഥം പറഞ്ഞത് ഖസ്വറത്തുൻ എന്ന് പറഞ്ഞാൽ സിംഹമാണ് എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഖേനയുള്ള ഉത്ബോധനം കേൾക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം, അതാണ് ഇവിടെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. തങ്ങളെ വേട്ടയാടിപ്പിടിക്കാൻ വരുന്ന സിംഹങ്ങളെ കണ്ട് പേടിച്ചു ഓടുന്ന, നാലുപാടും ചിതറി ഓടുന്ന കാട്ടുകഴുത കൂട്ടങ്ങളെ പോലെയാണ് ഇവർ.
സിംഹത്തങ്ങളുടെ കഴുത എന്തിനാ മണ്ടണത്? എന്നെ പിടിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് കഴുത പേടിച്ചിട്ടോടാണ്. സിംഹം എന്നെ വേട്ടയാടി പിടിക്കാൻ വരികയാണ് എന്ന് കരുതിയിട്ട് പേടിച്ച് 4 പാടും ചിതറിയോടുന്ന കാട്ടുകഴുതക്കൂട്ടങ്ങൾ. അപ്പോൾ അങ്ങനെ തോന്നിപ്പോകും ആ ഓട്ടം കണ്ടാലിന്. അത്രയും ധിക്കാരമാണ്, ഓവർ ധിക്കാരമാണ്. ആ ധിക്കാരം സൂചിപ്പിക്കാനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താ അല്ലേ ഉദാഹരണത്തിലൊരു ഫിറ്റ്നസ്! മാഷാ അല്ലാഹ്. ഇതിലപ്പുറം എന്ത് ഉദാഹരണം പറയാം? ഇങ്ങനെയാണ് അവർ പരിശുദ്ധ ഖുർആനെ സമീപിക്കുന്നത്. ഖുർആൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപദേശം അവർക്ക് കൊടുത്താൽ ഇതാണ് അവരുടെ പരിപാടി. ഞങ്ങളെ പിടിച്ചു നിന്നാൻ വരുന്ന പോലെ അവർ ഖുർആനിൽ നിന്നും അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. കസ്വറ നേരത്തെ പറഞ്ഞതുപോലെ സിംഹം എന്നർത്ഥം. അമ്പെയ്ത്തുകാർ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്, വേട്ടക്കാർ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. വേട്ടക്കാരിൽ നിന്നും പേടിച്ചോടുന്ന കഴുതകൾ എന്ന് പറഞ്ഞാലും ശരിയാണ്, അമ്പെയ്ത്തുകാരിൽ നിന്ന് പേടിച്ചോടുന്ന കഴുതകൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. എല്ലാ അർത്ഥപ്രകാരവും നമ്മുടെ ആശയം ഇവിടെ ക്ലിയറാണ്. ഇതാണ് 50ഉം 51ഉം. ഇനി അല്ലാഹു തആല 52-ൽ പറയുന്നത് എന്താ നോക്കും. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറയുക എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങളിലും അല്ലാഹു തആല ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ചിലപ്പോൾ ചെറിയ സംഗതികൾ പറയും, ചിലപ്പോൾ വലിയ സംഗതികൾ പറയും. ഒരു ഈച്ചനെ വരെ പറയും, ഒരു കൊതുകിനെ വരെ പറയും, ഒരു അങ്കബൂത്തിനെ, അതായത് 8കാലിയെ വരെ പറയും, ചിലന്തിയൊക്കെ. ഇങ്ങനെയൊക്കെ ചെറിയ വലിയ ഉദാഹരണങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയാറുണ്ട്. ഈ കാര്യങ്ങൾ കുറേ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം എന്താണ്? ഒരു ഉദാഹരണം പറയലല്ലേ. ഒരു വിഷയത്തെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ അത് വേണം മനസ്സിലാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഉദാഹരണങ്ങൾ പറയുന്നത്. ഈ ഉദാഹരണങ്ങളെ പരിഹസിച്ചിട്ടും മുശ്രിക്കീങ്ങളും യഹൂദികളും അല്ലാത്ത ആളുകളൊക്കെ അന്നും ഇന്നും ഒച്ചപ്പാടുണ്ടാക്കാറുണ്ട്. അള്ളാഹിൻ്റെ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലിപ്പോൾ ഒരു ഈച്ചനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ കണ്ടത്, ഒരു കൊതുകിനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ കണ്ടത്. അതിന് അല്ലാഹു തആല വായടപ്പൻ മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഞാൻ ഉദാഹരണം പറഞ്ഞതിൻ്റെ വലുപ്പത്തിനെ നോക്കല്ല വേണ്ടത്, ആ ഉദാഹരണത്തിലുള്ള കഴമ്പ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലാത്ത ആളുകൾ അത് അതിൻ്റെ വലിപ്പം ചെറുപ്പം നോക്കിയിട്ട് അതിനെ കളിയാക്കുക, പരിഹസിക്കുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളതല്ല ചെയ്യേണ്ടത്. ഉദാഹരണം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. മുഅ്മിനീങ്ങളുടെ അവസ്ഥ അതായിരിക്കും എന്നൊക്കെ അല്ലാഹു തആല അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ അല്ലേ. അല്ലാഹു തആലക്ക് അതിന് ചെറിയ കാര്യങ്ങളെ കൊണ്ടോ വലിയ കാരണങ്ങൾ കൊണ്ടോ ഉദാഹരണം പറയാൻ ലജ്ജയില്ല, നാണമില്ല, മടിയില്ല എന്നൊക്കെയാണ് അല്ലാഹു തആല അവിടെ തുറന്നു പറഞ്ഞത്. അപ്പോൾ അതാണ് ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നതിലൂടെ അള്ളാഹു രക്ഷീകരിക്കുന്നതെന്ന് ചുരുക്കം. 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹഫൻ മുനശ്ശറ. അവരുടെ മറ്റൊരു ആഗ്രഹം പറയാണ്. ഖുർആൻ അംഗീകരിക്കാതിരിക്കുന്ന അവരുടെ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ പറഞ്ഞു. ഏതുപോലെയാണ് അവർ ഓടുന്നത് ഖുർആനിൽ നിന്ന് എന്ന്. ഇനി അവർ വേറൊരു താല്പര്യം ഉണ്ട് അവർക്ക്. എന്ത് അറിയോ? എല്ലാവർക്കും ഓരോ കിതാബ് കിട്ടണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ പേജ് അല്ലാഹു തആല ഇറക്കി കൊടുക്കണം, എഴുതിയിട്ട് ഇത് ഇന്ന ആളാണ്, മുഹമ്മദ് നബിൻ്റെ പ്രവാചകനാണെന്നുകൊണ്ട് എഴുതി ഒപ്പിട്ടിട്ട് കൊടുത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശ്വസിച്ചോളാം. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തർക്ക് കേടുകൾ വേണം, തുറന്നു നോക്കി വായിക്കാൻ പറ്റുന്ന കേടുകളെ പടച്ചവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരണം. ഇതാണ് അവരുടെ ഒരാഗ്രഹം എന്ന് അല്ലാഹു തആല പറയണം. ധിക്കാരം തന്നെ. എന്തതിനൊക്കെ പറയാം അല്ലേ? ഇങ്ങനെയൊക്കെ കടുത്ത നിഷേധം കാണിച്ചാലോ. ബൽ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. ബൽ അത്രയുമല്ല, യുരീദു ആഗ്രഹിക്കുന്നു, കുല്ലും റിഇൻ മിൻഹും അവരിൽപ്പെട്ട ഓരോരുത്തരും, കുല്ലും റിഇൻ ഓരോ മനുഷ്യരും, മിൻഹും അവരിൽപ്പെട്ട ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നു. എന്ത്? അൻ യുഅ്താ നൽകപ്പെടണമെന്ന്, അയാൾക്ക് കിട്ടണമെന്ന്. എന്ത്? സുഹുഫൻ ഏടുകൾ അല്ലെങ്കിൽ ഗ്രന്ഥം, മുനശ്ശറത്തൻ തുറന്നു വെക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഞങ്ങൾക്കൊക്കെ കിട്ടണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. അത്രയുമല്ല, അവരിൽ ഓരോരുത്തർക്കും തുറന്നു വെക്കപ്പെട്ട ഓരോ ഗ്രന്ഥം നൽകപ്പെടണമെന്ന് അവർ ഉദ്ദേശിക്കുന്നു. ബൽ അത്രയുമല്ല, യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹഫൻ മുനശ്ശറ. ഓരോ മനുഷ്യനും തുറന്നു വെച്ച് നിവർത്തി വെക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. സുഹഫൻ എന്ന് പറഞ്ഞാൽ ഏടുകൾ എന്നർത്ഥം വെക്കാം, ഗ്രന്ഥം എന്ന് രണ്ടും വെക്കാം, അല്ലെങ്കിൽ പേപ്പർ എന്നും വേണമെങ്കിൽ വെക്കാം. അങ്ങനെ തുറന്ന് ശരിക്കും വ്യക്തമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഇതിന് കിട്ടണം. അവരുടെ ധിക്കാരം കണ്ടിട്ട് അല്ലാഹു തആല പറയണം. ഓരോ ധിക്കാരം കണ്ടാൽ തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥമൊന്നും പോരാ, അവർ ഓരോരുത്തർക്കും വെവ്വേറെ തന്നെ തുറന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ച് കിട്ടണം എന്നതാണ് അവരുടെ അവസ്ഥ. എന്നാലും അവർ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഒരു താല്പര്യപ്പെടും പോലെ ഉണ്ട് ഓരോ ധിക്കാരം കണ്ടാൽ. ഓരോരുത്തർക്കും കിതാബ് ഇറക്കി കൊടുക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
പ്പെട്ട ഈ ഖുർആൻ പോരാ, അതിൽ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളൊന്നും ഓർക്ക് പോരാ. ഓർക്ക് എല്ലാവർക്കും ഓതാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് എന്താണ് പറയുക, ഓരോരുത്തർക്കും. അതാണ് കുല്ലും ഇമ്മിൻ എന്ന് പറഞ്ഞ വാദം. ആ പദങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാവർക്കും കൂടി എന്നല്ല, ഒരു ഗോത്രത്തിന്, ഒരു നാടിന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ഏരിയക്ക് എന്നല്ല, ഓരോരുത്തർക്കും കിട്ടണമെന്ന്. എന്തൊരു ധിക്കാരമാണിത്. മുനസ്സറ എന്ന് പറഞ്ഞാൽ മഫ്തൂഹ, തുറക്കപ്പെട്ട, നിവർത്തി വെക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. ഇത് അബൂജഹല് എന്താണ് പറയുക, ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാണ്. അബൂജഹലും അതേപോലെ ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘവും അവർ പറഞ്ഞത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈതിനാ ബികുതുബിൻ മിർ റബ്ബിൽ ആലമീന മക്തൂബുൻ ഫീഹാ ഇന്നി ഖദ് അർസൽതു ഇലൈക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്കൊരു എഴുത്ത് കൊണ്ടുവന്നതാ റബ്ബുൽ ആലമീന. നീ പറഞ്ഞില്ല റബ്ബുൽ ആലമീന തമ്പുരാൻ, ആ തമ്പുരാന്റെ അടുത്തുനിന്ന് ഒരു എഴുത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാ. മക്തൂബുൻ ഫീഹാ, അതിൽ എഴുതപ്പെട്ടിരിക്കണം. അതിലെന്തുണ്ടാവണം? ഇന്നി ഖദ് അർസൽതു ഇലൈക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നിങ്ങളിലേക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അയച്ചത് എന്ന് അല്ലാഹു തആല എഴുതി ഒപ്പിട്ടൊരു പേപ്പർ ചേരണം എന്ന് അബൂജഹലും കൂട്ടരും പറഞ്ഞത്ര നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാണ് ഇറങ്ങിയത്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹനം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു തആല ഹലീമാണ്, സബൂറാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ധിക്കാരം കാണിക്കുന്ന ആളുകൾക്ക് വീണ്ടും പടച്ചോൻ തിന്നാൻ കൊടുക്കേണ്ട ദുനിയാവിൽ. ആ സമൂഹത്തെ അള്ളാഹു തആല ഒന്നടങ്കം നശിപ്പിക്കണില്ല, അള്ളാഹു ക്ഷമിക്കുകയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 93-ലും ഇതേപോലെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വലൻ നുഅ്മിന ലിറുഖയ്യിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, ഞങ്ങൾക്കിങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു കിതാബിൻ്റെ ഇറക്കി തരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂലെന്ന്. അതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ആകാശത്തേക്ക് കയറി പോകണം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ വിളിച്ചിട്ട് പറയണവർ, നിങ്ങൾ ആകാശത്തേക്ക് കയറി പോയിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അവിടെ നിന്ന് കൊടുത്താൽ ഞങ്ങൾ വിശ്വസിക്കാം. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ പൊതുവെ പറയാറുണ്ട് അത്രേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയുന്ന ആളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏടുണ്ട് ഇറക്കി തരട്ടെ. ആ ഏടിൽ എന്തുണ്ടാണെന്നറിയോ? ആ ഏടിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏട് കിട്ടണം. ആ ഏടിൽ എന്തുണ്ടാവണം? ഞങ്ങളൊക്കെ നരകത്തിൽ നിന്ന് മോചിതരായ ആളുകളാണ്, ഞങ്ങളൊന്നും നരകത്തിൽ കടക്കൂല എന്ന് ഓരോരുത്തർക്കും എഴുതി ഉറപ്പ് കിട്ടിയ ഒരു ഏട് വേണം. ഓരോരുത്തരുടെയും നരകത്തിൽ നിന്നുള്ള മോചനം രേഖപ്പെടുത്തിയ ഏട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം എന്ന് പറയാറുണ്ട് അത്രേ. അവർ പറയാറുണ്ട് അത്രേ, പിന്നെ ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ചില പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ. അതായത് ഓരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഓർക്കൊരു ഏട് കിട്ടും ചിലപ്പോൾ, അല്ലെങ്കിൽ ഓരോ തലൻ്റെ ഭാഗത്ത് എഴുതി വെക്കും, അല്ലെങ്കിൽ നെറ്റിയിൽ എഴുതി വെക്കും എന്ത്, പിന്നെ ഇയാൾ ചെയ്ത തെറ്റും അതിൻ്റെ കഫാറത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബനു ഇസ്രായേൽ ആളുകൾക്ക്. രാത്രി ചെയ്ത തെറ്റുകൾ പകൽ ഒന്നിൽ വാതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പ്രായശ്ചിത്വം എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ഞങ്ങൾക്കും വേണം എന്ന് പറയാറുണ്ടായിരുന്നു. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നു, അവരുടെ ഉദ്ദേശം ഓരോരുത്തർക്കും അല്ലാഹു തആല ഒരു കിതാബ് ഇറക്കി കൊടുക്കാൻ. ആ കിതാബിൽ ഇങ്ങനെ ഉണ്ടാവണം, ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇന്ന ആളുകൾക്കുള്ളതാണ്, ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രം ടു ഒക്കെ വെച്ചിട്ട് ഒരു എഴുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടണം എന്നവർ പറയാറുണ്ടായിരുന്നു. യാ അല്ലാഹ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ ചെയ്തെടുത്ത് പറയുന്നു, അവർക്ക് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അവർ പറയുമ്പോൾ അത്ര നിങ്ങളല്ല പറയുന്നത്, മനുഷ്യന്മാരെ തെറ്റൊക്കെ എഴുതി വെക്കുന്നുണ്ട് അല്ലാഹു തആല എന്ന് രേഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, നബിനത് ഞങ്ങളത് കാണാത്തത്. അല്ലാഹു തആല ഞങ്ങളെ തെറ്റുകളൊക്കെ ഞങ്ങളെ മേത്ത് തന്നെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോ കാണാൻ കഴിയാത്തത്. ഇങ്ങനെയൊക്കെ ഓരോ നിരർത്ഥകമായ, നിരുത്തരവാദപരമായ, നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതിന് അല്ലാഹു തആല ഇവിടെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം ധിക്കാരത്തിന് മുതിരാതിരിക്കുകയാണ് നല്ലത് എന്നവർ ഓർത്തുകൊള്ളട്ടെ. പരലോകത്തെക്കുറിച്ച് ഭയമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണമെന്നു സാരം. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് 53-ൽ. എന്താണ് ഇങ്ങനെയൊക്കെ ധിക്കാരം കാണിക്കാൻ കാരണം? ഇൻഷാ അല്ലാഹ് 53-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.